തനിക്കെതിരായ പരാതികൾക്ക് പിന്നിൽ പോലീസിലെ തന്നെ ചിലരാണെന്ന് ADGP MR അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം PV അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും വിജിലൻസിന് അജിത് കുമാർ നൽകിയ മൊഴി പുറത്തുവന്നു. വിദ്വേഷ യൂട്യൂബർ പരാതി നൽകിയതിന് പിന്നാലെയായിരുന്നു കൂടിക്കാഴ്ചയെന്നാണ് അൻവറിന്റെ വിശദീകരണം. ക്രമസമാധാന ചുമതലയിൽ നിന്ന് തന്നെ മാറ്റാനുള്ള കുതന്ത്രത്തിന്റെ ഭാഗമായാണ് ആരോപണങ്ങളെന്നാണ് അജിത് കുമാർ വിജിലൻസ് നൽകിയ മൊഴിയിൽ പറയുന്നത്. PV അൻവറും പോലീസിലെ ചിലരും സംഘടനാ നേതാക്കളുമാണ് ഇതിന് പിന്നിൽ. ആരോപണം ഉന്നയിച്ചവർക്ക് പോലീസുകാർ തന്നെ വ്യാജരേഖകൾ ഉണ്ടാക്കി കൈമാറിയതായും അജിത് കുമാർ ആരോപിക്കുന്നു. വിദ്വേഷ യൂട്യൂബർ ഷാജൻ സ്കറിയയ്ക്കെതിരെ IT ആക്ട് പ്രകാരം കേസെടുക്കണമെന്ന് PV അൻവർ തന്നോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഇപ്രകാരം കേസെടുക്കാനാവില്ല എന്ന് നിയമോപദേശം ലഭിച്ചതോടെ അതുണ്ടായില്ല. ഇതിലുള്ള വിരോധത്തിലാണ് അൻവർ തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. അൻവർ നിരന്തരം പരാതികൾ ഉന്നയിച്ചതോടെ സംശയങ്ങൾ ദൂരീകരിക്കണമെന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ് തിരുവനന്തപുരത്ത് വെച്ച് അൻവറിനെ കണ്ടതെന്ന് മൊഴിയിൽ വ്യക്തമാക്കുന്നുണ്ട്. വിശദമായ പരാതി അജിത് കുമാറിനെതിരെ നൽകുന്നതിന് മുമ്പായിരുന്നു കൂടിക്കാഴ്ചയെന്നാണ് അൻവറിന്റെ വിശദീകരണം. അജിത് കുമാറിനെ കണ്ടു എന്നതൊരു വസ്തുതയാണ്. അജിത് കുമാറുമായി ഞാൻ കണ്ടുമുട്ടി ഏകദേശം 2 മാസത്തിന് ശേഷമായിരിക്കാം പിന്നീട് മുഖ്യമന്ത്രിക്ക് ഈ പരാതി ഞാൻ നൽകുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഭരിക്കുന്നത് ഉപജാപക സംഘമാണെന്ന പ്രതിപക്ഷ ആരോപണത്തിന് അടിവരയിടുന്നതാണ് കോടതി ഉത്തരവെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഈ ക്ലീൻ ചിറ്റ് കൊടുക്കാനുള്ള തീരുമാനം ഏത് അദൃശ്യ ശക്തിയാണ് എടുത്തതെന്നാണ് കോടതി ചോദിച്ചത്. കോടതിക്ക് ഉപജാപക സംഘമെന്ന് എന്നെ പോലെ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് കോടതി അദൃശ്യ ശക്തി എന്ന് പറയുന്നത്. അജിത് കുമാറിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള റിപ്പോർട്ടായിരുന്നു വിജിലൻസ് സമർപ്പിച്ചിരുന്നത്. ഇത് തള്ളിക്കൊണ്ടാണ് തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതി നേരിട്ടുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടത്. മീഡിയ 1 തിരുവനന്തപുരം.